നൈറ്റിക്ക് പറ്റിയൊരു കിടിലൻ നെക്ക് ഡിസൈൻസ് കാണാം. അപ്പം നൈറ്റിയുടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പീസാണ് അതിലേക്ക് നമ്മൾ ഇടുന്നത്. നമ്മൾ ഈ ഷോപ്പുകളിലൊക്കെ കാണുന്ന റെഡിമെയ്ഡ് ഷോപ്പുകൾ കാണുന്ന നൈറ്റി ബിസിനസ് നൈറ്റി മാനുഫാക്ചേഴ്സ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു കട്ട് പീസാണ്. ആക്ച്വലി ഞാൻ ചുരിദാറിൻ്റെയോ നമ്മുടെ നൈറ്റിയുടെയൊക്കെ ഒരു കട്ട് പീസ് നമുക്കുണ്ട്. നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നവരുടെ കയ്യിൽ എപ്പോഴും കട്ട് പീസ് ഉണ്ട്. അപ്പോൾ ആ കട്ട് പീസ് എടുത്താൽ മതി. ഒറ്റ ലെയറിൽ അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പുറത്തെ സൈഡ് എന്നിട്ട് 11 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ബാക്കി ആം ഹോളും ഇതൊക്കെ കറക്റ്റാക്കി എടുക്കാം. നമ്മൾ ഈ നൈറ്റിയുടെ തുണി മടക്കിയതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് പുറത്തോട്ടായിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു അടിപൊളി നെക്ക് ഡിസൈൻസ് ആണ്. ക്യാൻവാസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന നെക്ക് ഡിസൈൻസ്. ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും മടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നൈറ്റിയുടെ പീസ് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ പ്ലെയിൻ കളർ നൈറ്റി ബിറ്റ് ഒരുപാട് കിട്ടുന്നുണ്ടോ. അതിൽ നമുക്ക് ഡിസൈൻ കൊടുക്കുന്ന ഒരുപാട് നൈറ്റി ബിറ്റ് പ്ലെയിൻ കളർ നമുക്ക് കിട്ടുവേ. അപ്പം നമുക്ക് അതിൻ്റെ മേലെ നമ്മുടെ നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെക്ക് നമുക്ക് ചെയ്യാനായിട്ട് ഒരു 12 ഇഞ്ച് നീളവും ഒരു 9 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടുണ്ട്. 12 ഇഞ്ച് നീളവും 9 ഇഞ്ച് വീതിയും. അപ്പോൾ 12 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഇതിങ്ങനെ മടക്കി നീളത്തിന് നടുവേ മടക്കിയിട്ട് ഈ ഒരു അതായത് നൈറ്റി ഫോൾഡ് ചെയ്തില്ലേ അതിനോട് ചേർത്ത് വെക്കുക. പക്ഷേ അടിയത്തെ തുണിയില്ലേ നോക്കിക്കേ, അടിയത്തെ തുണി 1/2 ഇഞ്ച് ഇങ്ങോട്ട് തള്ളി തന്നെ ഇരിക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കണേ. അതെന്താണെന്ന് നമുക്ക് മടക്കി വയ്ക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. നീല കളർ തുണി. ഓക്കെ. കഴുത്തിൻ്റെ അകലം ഞാനൊരു 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. തയ്ച്ച് വരുമ്പോൾ 3 ആവും. കഴുത്തിൻ്റെ അകലം 5.5 എടുത്തിട്ടുണ്ട്. തയ്ച്ച് വരുമ്പോൾ 6 ആവും. കട്ട് ചെയ്തെടുക്കുക. അടിയത്തെ തുണിയോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അടിപൊളി നെക്ക് ഡിസൈനാണ്. മാക്സിമം ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മുടെ നൈറ്റി ഫ്രണ്ട് പീസ് എടുത്ത് വിരുത്തി തുറന്നു വെച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ നമ്മൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഈ സൈഡാണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വെക്കുന്നു. ഓക്കെ. വെച്ച ശേഷം കണ്ടോ നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ എടുത്തില്ലേ, ആ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി അതുപോലെ തന്നെ മടക്കിയിട്ട് നമ്മളുടെ നൈറ്റി ബിറ്റിനോട് ചേർത്ത് വെച്ച് അടിക്കണം. ശേഷം അവിടെയും കൂടി ചേർത്ത് വെച്ചടിക്കണം. ബാക്കി എവിടെയൊന്നും നമുക്ക് മടക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അടിച്ചാൽ മതി. പക്ഷേ ഇവിടെയും മാത്രം ഒന്ന് മടക്കിയിട്ട് അടിക്കുക. ബാക്കി എല്ലാവിടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചടിക്കാം. യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു നൈറ്റി ബിറ്റ് യെല്ലോ കളർ തുണിയില്ല, അതിനോട് ചേർത്ത് വെച്ചിട്ട് വേണം ഇതൊക്കെ ഈ ഒരു ഭാഗമൊക്കെ അടിക്കാൻ. ആദ്യം ഞാൻ കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് തുടങ്ങി. അതിനുശേഷം നമുക്ക് ഇനി ഇവിടെ അടിയിൽ സൈഡ് വേണമെങ്കിൽ സൈഡും കൂട്ടി അടിക്കാം കേട്ടോ. 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി വെച്ച് ഇത് കണ്ടോ ഇങ്ങനെ വെച്ച് നമുക്ക് തയ്ച്ച് വരണം. കണ്ടല്ലോ, ഒപ്പം വെച്ചിട്ട് മടക്കി വെച്ചിട്ട് ചെയ്യണം കേട്ടോ. മടക്കാതെയല്ല ചെയ്യുന്നത്, നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തു വരുന്നത്. അപ്പോൾ നമുക്കിത് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ചെയ്തു വരിക. സ്ഥിരം കാണുന്ന ബോർഡർ നെക്കുകൾ അതൊക്കെ കണ്ട് മതിയായി സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റിയാണ് അവിടെ കൊണ്ട് നമ്മൾ തിരിച്ചു. പിന്നെ ശേഷം ഇവിടെയും നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് കണ്ടോ ഇവിടെ കുറച്ച് ഇറങ്ങിയിട്ട് നിൽക്കണം, സാരമില്ല. കഴുത്ത് ചെയ്യുമ്പോൾ അത് ഉള്ളിലോട്ട് പോയിക്കോളും. ഇനി നമുക്ക് കഴുത്തിൻ്റെ ആ ഒരു തുമ്പുവശത്തിൻ്റെ അവിടെയും കൂടി ചേർത്തടിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒറ്റ പീസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ നെക്കിന് വേണ്ടി ഒരു തുണി പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, ഓർമ്മയില്ലേ? നമ്മൾ 12 ഇഞ്ച് നീളവും 9 ഇഞ്ച് വീതിയുള്ള ആ തുണി, അതായത് നെക്കിൻ്റെ തുണി എടുത്ത് ഇതിൻ്റെ മേലെ നൈറ്റി തുണിയുടെ മേലെ വെച്ചിട്ട് കഴുത്ത് അടിച്ചു കൊടുക്കാം. നെക്കിന് വേണ്ടി നമ്മൾ കഴുത്തടിച്ച് കട്ട് ചെയ്തല്ലോ, അത് ഇതിൻ്റെ മേലെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് നല്ല വശത്തിൻ്റെ മേലെ വെച്ച് ഒന്ന് 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിച്ചിട്ട് ഉള്ളിലോട്ട് തിരിച്ചിടണം കേട്ടോ. ഇതിനങ്ങനെ ചെയ്താൽ മതി. ക്രോസ് പീസ് വെച്ച് നെക്ക് ചെയ്യല്ലേ, അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത ശേഷം ഇനി നമുക്ക് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, തയ്യലിൽ തട്ടാതെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ചുറ്റും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനെ ഉൾവശത്തേക്ക് തിരിച്ചിടുക. എന്നിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കാം. നെക്കൊന്ന് പതിച്ചടിക്കാം. അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായി അയൺ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാനൊന്ന് പതിച്ചടിച്ച് കൊടുക്കണ്ട് കേട്ടോ.
അപ്പോൾ അതിനുശേഷം നമുക്കിനി എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ഇഞ്ച് വീതിയുള്ള കുറച്ച് നീളത്തിൽ തുണിയെടുക്കാം. നമുക്കതിലൊരു ബോർഡർ പോലെ കൊടുക്കാനായിട്ട്. കണ്ടോ, 1.5 ഇഞ്ച് വീതിയിൽ കുറച്ച് ക്രോസ് പീസ് അല്ല, സ്ട്രെയിറ്റ് പീസാണ്, നീളത്തിൽ എടുത്തിട്ടുണ്ട്. ദേ ആദ്യം ഒരു സൈഡ് മടക്കി മറ്റേ സൈഡ് മടക്കി നടുവേന്നോ മടക്കി നമുക്കൊന്ന് ഒരു വള്ളി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വള്ളി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എവിടെയാണോ തയ്ക്കുന്നത് അതുപോലെ ചെയ്യാം. അപ്പം മേൽവശത്ത് ഇവിടെ ഒന്ന് തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ട്. അതിനുശേഷം അതൊന്ന് മടക്കി തുണിയുടെ ആ ഒരു വള്ളിയുടെ തുമ്പൊന്ന് മടക്കിയ ശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് ആ ഉള്ളിലോട്ടേക്കായിട്ട് വെക്കണം, എന്നാലേ ഡിസൈൻ അറിയത്തുള്ളൂ. എന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ആ വള്ളി ഒന്ന് മടക്കിയിട്ട് ഇപ്പുറത്തേക്കും തയ്ച്ച് വരിക. കണ്ടോ, നമുക്കിത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ നിർത്തണമെങ്കിൽ നിർത്താം. ഞാൻ അതിൻ്റെ ഇടയിൽ വേറൊരു പരിപാടിയും കൂടി ചെയ്തു. നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, ഓരോരോ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട്. ഇതിപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നിയില്ല എനിക്ക്. കുറച്ചുകൂടി ഒന്ന് ഇതാക്കാനായിട്ട് നമ്മളുടെ ഇത് കണ്ടോ, ഈ ഒരു കട്ട് പീസ് തുണിയിൽ നിന്നും ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. ചരിച്ചിട്ട് 1.5 ഇഞ്ച് വീതിയിൽ 2-3 പീസ് കട്ട് ചെയ്ത ശേഷം അത് യോജിപ്പിച്ച് വലിയൊരു പീസാക്കി എടുക്കുക. ക്രോസ് പീസ് കേട്ടോ, ഇതിനെയാണ് ക്രോസ് പീസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് യോജിപ്പിച്ച് തയ്ച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിക്കേ, ഇങ്ങനെ 2 സൈഡ് മടക്കി നടുവേ മടക്കിയ ശേഷം ആ കഴുത്തിൻ്റെ മഞ്ഞ ഭാഗം വരുന്നില്ല, ആ ഭാഗത്ത് ഒന്ന് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അതൊരു ഭംഗിയായിരിക്കും, അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കരുത്. പക്ഷേ ഇത് നോക്കി ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇങ്ങനെ വെച്ച ശേഷം കഴുത്തിൽ നിന്നും 1/2 ഇഞ്ച് പുറത്തായിട്ട് വേണം നമുക്കിത് വഹിച്ചിട്ട് അടിക്കാനായിട്ട്. ഇങ്ങനെ മടക്കാം. അപ്പം നോക്കിക്കോളൂ, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താണ്. ഇപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നൈറ്റിക്കും കുർത്തിക്കും ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടിപൊളി നെക്ക് ഡിസൈൻ ആണത്. അവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് മടക്കണം. ഈ ഒരു ക്രോസ് പീസിന് നമ്മൾ മടക്കിയിട്ട് ഇങ്ങനെ വെക്കുക. നോക്കുക എങ്ങനെയാണോ കൂടുതൽ ഭംഗി, അതിനനുസരിച്ച് നമുക്കിത് മടക്കി വെച്ചിട്ട് താഴെ വരെ തയ്ക്കുക. ഇനി ബാക്കിയുള്ള ചെയ്യേണ്ട ഇവിടെ നിന്നും താഴത്തോട്ട് വരെയും കൂടി ചെയ്തെടുക്കാം. വീണ്ടും നമ്മൾ ഇങ്ങനെ വെച്ച ശേഷം എന്നിട്ട് അടിവശം വരുമ്പോൾ അത് നമ്മളൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ആണ് വെച്ചിരിക്കുന്നത്, വെറുതെ വെച്ചിരിക്കുന്നതല്ല, അടി മടക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി അടിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി നെക്ക് ഡിസൈനാണ് ഇത്. ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് കാണുമ്പോഴേ ഭംഗി ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോൾ അത് ആകെ നമുക്ക് ഒന്നും അറിയുന്നില്ല. അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലുക്ക് ഞാനിപ്പോൾ ഇട്ടേക്കാം കേട്ടോ. കണ്ടോ, ഇപ്പം എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? നേരത്തെ കണ്ട പോലെയല്ലല്ലോ. അപ്പം നമുക്കിത് ഇടുമ്പോഴാണ് അല്ലെങ്കിൽ ഫുൾ ഫിനിഷ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് അറിയാൻ പറ്റുക. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാക്കി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു വെറൈറ്റി നെക്ക് ഡിസൈനാണ്, കണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. ഈസി ആയിട്ട് ക്യാൻവാസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ. താങ്ക്